നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക അത്ഭുതവും ലോക അവസാനവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും ഒടുവിൽ ഇതാ മറ്റൊരു സംഭവ വികാസവും ഉണ്ടാവുകയാണ്. കടലുകളുടെയും സമുദ്രങ്ങളുടെയും അടിത്തട്ടിൽ വെള്ളി കുമിഞ്ഞുകൂടുന്നതായാണ് ഗവേഷകർ ഇപ്പോൾ പുറത്തു പറയുന്ന റിപ്പോർട്ടുകൾ. ദക്ഷിണ ചൈന കടലിലും വിയറ്റ്നാമിന്റെ തീരമേഖലകളിലും വെള്ളിയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്. ആഗോളതാപനമാണ് ഇത്തരത്തിൽ ലോഹം അടിഞ്ഞുകൂടാൻ കാരണം എന്നും ഗവേഷകർ വ്യക്തമാക്കുകയാണ്. ചൈനയിലെ ഹേഫി യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിലെ ജിയോ സയൻസ് അസോസിയേറ്റ് പ്രൊഫസറായ ലിഗ്വിയാങ് സുവാൻ ഇതുമായി ബന്ധപ്പെട്ട പഠനത്തിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ആഗോള താപനത്തിന്റെ ഫലമായി ദക്ഷിണ ചൈന കടലിൽ വലിയ വെള്ളിശേഖരമാണ് ഇതിനോടകം തന്നെ രൂപപ്പെട്ടിരിക്കുന്നത്. ലോകത്തുള്ള സമുദ്രങ്ങളുടെ എല്ലാം അടിത്തട്ടിൽ ഇത്തരത്തിൽ വെള്ളി അടിയുന്നുണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 1850 മുതലാണ് വിയറ്റ്നാമിന്റെ തീരമേഖലകളിൽ വെള്ളി അടിയാൻ തുടങ്ങിയത്. കഴിഞ്ഞ ഏതാനും നാളുകളായി ഇത്തരം വർദ്ധിച്ചു വരുന്ന സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മറ്റ് മൂലകങ്ങളും ലോഹങ്ങളും പോലെ വെള്ളിയും മണ്ണിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇത്തരത്തിൽ പാറക്കെട്ടുകളിലും മറ്റുമുള്ള വെള്ളി മഴവെള്ളത്തിലൂടെ സമുദ്രങ്ങളിൽ ഒലിച്ചെത്തുന്ന ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും ശക്തമായ മഴയ്ക്ക് കാരണമായി. ഇതിനു പുറമെ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളുടെ ഉൾപ്പെടെ പ്രവർത്തന ഫലമായി കടലിന്റെ ആഴങ്ങളിലും വെള്ളി രൂപപ്പെടുന്നുമുണ്ട്. ഇതേ തുടർന്നാണ് വെള്ളി ശേഖരണം കടലിനുള്ളിൽ അടിയാൻ ആരംഭിച്ചത്. എന്നാൽ ഇത് കടലിലെ ജീവിവർഗങ്ങൾക്ക് വളരെ ദോഷകരമാണ് എന്നും ലിഗ്വാങ് സു വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ വെള്ളി ഇത്തരത്തിൽ അടിയുന്നത് അധികം വൈകാതെ കടലിലെ ജീവികളുടെ നാശത്തിന് കാരണമാകുമെന്നടക്കമുള്ള റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്.